മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷയുമായിരുന്ന ഇന്ദിരാഗാന്ധി വരാനിരിക്കുന്ന തലമുറയ്ക്ക് പോലും പൊതുപ്രവർത്തന രംഗത്തെ മാതൃകയാണെന്ന് DCC ട്രഷറർ കെ പ്രമോദ്. രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിട്ട നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. എല്ലാ വെല്ലുവിളികളെയും തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നേരിടുകയും ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്ത നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിൽ എന്നും കുടികൊള്ളുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് 60 വർഷം തികയുന്ന ദിവസമാണ്. അതാണ് ജനുവരി 24. പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസിന്റെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിന്റെ 60ാം വാർഷിക ദിനം 1966 ജനുവരി 24 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. 66 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് മരണപ്പെട്ടതിന് ശേഷം ആണ് ഒഴിവ് വരുന്നത്. അതിൽ മൊറാർജി ദേശായിയോട് മത്സരിച്ച് 355 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി. ഇന്നും ഭാരത് മാതാവെന്ന് നമ്മളെല്ലാവരും വിളിക്കുന്നത്, നമ്മളെല്ലാം സുരേഷ് ഗോപിയും വിളിച്ചിട്ടുണ്ട്, MP അടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. പത്രത്തിൽ വായിച്ചുള്ള വിവാദമല്ല ആയതാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത നേതാക്കളിൽ ഒരാളാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ പാതകൾ പിന്തുടർന്നായിരിക്കണം മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനം. 1971 പാകിസ്ഥാനോട് യുദ്ധം ജയിച്ച് പുതിയൊരു രാജ്യം ബംഗ്ലാദേശ് സൃഷ്ടിച്ചു, അല്ലെ? ബാങ്ക് ഇന്നത്തെ പോലെയല്ല. ഇന്ന് കാണുന്ന ഈ ദേശസാൽകൃത ബാങ്കുകളൊക്കെ ഇന്ദിരാഗാന്ധി ദേശസാൽകൃത ബാങ്കുകളാക്കി മാറ്റിയതാണ്. നമ്മുടെ അണുപരീക്ഷണം നടത്തിയതിന് BJP സർക്കാർ പറയുന്നത് 1974 പൊക്രാനിൽ ഇന്ദിരാഗാന്ധി അണുപരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ആനപ്പുറത്ത് പോയ ഫോട്ടോ ഓർമ്മയുണ്ടോ? എപ്പെങ്കിലും കാണും. ആരെയൊക്കെ മനസ്സിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നുണ്ട്. ബീഹാറിലെ ബെൽച്ചി എന്ന സ്ഥലത്തിന്റെ പേര്. ഇതെല്ലാം ഇന്ന് മാതൃഭൂമിയിലുണ്ട്. ഞാൻ ഇന്ന് വരുമ്പോ മാതൃഭൂമി വായിച്ചേരാൻ നിങ്ങളെ ദിവസവും ഇന്നത്തെ സ്വീകരണം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓർത്തെടുത്തതാണ്. ബീഹാറിൽ ദളിതരെ കൂട്ടക്കൊല ചെയ്തവരോ ആ സ്ഥലത്തേക്ക് പോകാൻ യാതൊരു റോഡ് മാർഗവും ഇല്ല. പ്രധാനമന്ത്രിയോട് പോകണ്ടാവുന്ന ബീഹാർ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞേരം എന്തായാലും ഞാനവിടെ പോകുന്നു പറഞ്ഞ് അതിൽ പറയുന്ന ടാക്ടറിലും ആനപ്പുറത്ത് കയറിയ ഒരു ഫോട്ടോ നമ്മളെല്ലാം മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. പേപ്പറിലും ഇപ്പം സോഷ്യൽ മീഡിയയിൽ എപ്പോഴെങ്കിലായിട്ട് അത് വരുന്ന ഒരു പടമാണ് ഇന്ദിരാഗാന്ധി ആനപ്പുറത്ത്. നമ്മളെല്ലാം മനസ്സിലാതെ ഓർമ്മയുണ്ട്. അന്നേരം അത്രയ്ക്ക് ധീര വനിതയുടെ 60 വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിന്റെ ദിവസമാണ് ഇന്ന് ഏതാണ്ട് ഈ ആദരവിന് തെരഞ്ഞെടുപ്പ് എന്നതിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനം. ഇന്ദിരാഗാന്ധിയുടെ ഭരണരംഗത്തെ തീരുമാനങ്ങളും രാഷ്ട്രീയ രംഗത്തെ ചടുലമായ നീക്കങ്ങളും ആരെയും വിസ്മയിപ്പിക്കുന്നതും എതിർപ്പുകളെ കയ്യടികളാക്കി മാറ്റുന്നതുമായിരുന്നുവെന്ന് കെ പ്രമോദ് പറഞ്ഞു. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ 60ാമത് വാർഷിക ദിനത്തിൽ അഴീക്കോട് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട UDF ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെമ്പർമാരെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലം നമ്മുടെ മെമ്പർമാരുടെ പ്രവർത്തനം കൊണ്ട് വാർഡൊന്നും നമുക്ക് നഷ്ടപ്പെട്ടില്ല. പുതിയ വാർഡ് നമുക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുമായി ഏറ്റവും അധികം നല്ല രീതിയിലുള്ള ജനത്തിന്റെ ആവശ്യത അനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് രത്നച്ചൊല്ലുന്നത്. ആ രീതിയിൽ പാർട്ടിയെ വളർത്താൻ വേണ്ടി പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെറും രാഷ്ട്രീയ പ്രവർത്തനമല്ല. അതിന്റെ കൂടെ നമ്മൾ എന്ത് വേണം? ഇടപഴകി അവരുടെ ആവശ്യങ്ങളിലേക്ക് ജീവകാരുണ്യ പ്രവർത്തകനായി മാറിയാൽ മാത്രമേ ഇനി നമുക്ക് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയൂ. അതിന് മഹിളാ കോൺഗ്രസ് ഒരു വേദിയുണ്ട്. മഹിളാ കോൺഗ്രസ് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ആവശ്യമായ സാധനങ്ങൾ, വീൽചെയർ വേണ്ടിക്ക് വീൽചെയർ, വാട്ടർബെഡ് വേണ്ടിക്ക് വാട്ടർബെഡ്, അങ്ങനെ ചെറിയ രീതിയിൽ സഹായിക്കാൻ പറ്റുന്ന ഒരു
പരിപാടി മഹിളാ കോൺഗ്രസ് 2-3 മാസം മുന്നേ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് ആ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു നിയോജകമണ്ഡല കമ്മിറ്റിയാണ്, ബ്ലോക്ക് കമ്മിറ്റിയാണ് ഇവിടെയുള്ളത്. അതിനാൽ നിങ്ങൾ അതിന്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ഇനിയും നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. പൊതുപ്രവർത്തനം എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ലെന്നും സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനമാണെന്നും രാഷ്ട്രീയ പ്രവർത്തകർ അത് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഉൾക്കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ UDF പ്രതിനിധികളുടെ എണ്ണത്തിലുണ്ടായ വർധനവെന്നും അദ്ദേഹം പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. NCP വിട്ട് കോൺഗ്രസിലേക്ക് വന്ന C പ്രസന്നയെ ചടങ്ങിൽ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. മഹിളാ കോൺഗ്രസ് അഴീക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് KV മോഹിനി സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KN പുഷ്പലത, കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് TM മോഹനൻ, മുസ്ലിം ലീഗ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.